നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കഥകളിലും സിനിമകളിലും സംസ്കാരത്തിലൊക്കെ വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ആത്മാവ് എന്നുള്ളത്, സോൾ അല്ലേ. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആത്മാവായിട്ട് മാറുമല്ലോ, അപ്പം നമ്മുടെ ചുറ്റും ആത്മാക്കളുടെ ഒരു ലോകം ഉണ്ടാവുമല്ലേ. അപ്പം എത്രയോ കോടി, എത്രയോ മനുഷ്യരാണ് ഇത്രയോ കാലത്തിനിടെ മരിച്ചേക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ കാണാത്ത ആത്മാക്കളുടെ ഒരു ലോകം ഉണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അതേപോലെ മൃഗങ്ങൾക്ക് ആത്മാക്കളുണ്ടോ, അല്ലെങ്കിൽ ചെടികൾക്ക് ആത്മാവുണ്ടോ, അപ്പം ജീവനുള്ള സാധനങ്ങൾക്ക് ആത്മാവുണ്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. നമ്മുടെ കൾച്ചറിൽ തന്നെ നമുക്കറിയാം, ആത്മാവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോർ കോൺസെപ്റ്റ് തന്നെയാണ്. മതപരമായിട്ടുള്ള പല ചടങ്ങുകളിലും, ഇപ്പം ഹിന്ദുയിസത്തിലാണെങ്കിൽ അറിയാം, ഒരാൾ മരിച്ച ശേഷം ഉള്ള പൂജകൾ, പിന്നെ 16 അടിയന്തരം, പിന്നെ ഈ കാക്കക്ക് ബലി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് പല മതങ്ങളിലും പല സംസ്കാരങ്ങളിലും ഒക്കെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള രീതികളിലും ആചരിക്കുന്നത് കാണാം. എന്നാൽ ഇതൊക്കെ ശരിക്കും ഉണ്ടോ? സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ, അതായത് ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, സയന്റിഫിക്കലി ശാസ്ത്രലോകത്തിന്, അതായത് ബയോളജിസ്റ്റുകൾ ശാസ്ത്രീയമായിട്ട് മനുഷ്യന്റെ ശരീരത്തിനെ പറ്റി ആന്തരികമായിട്ട് പഠിക്കുന്നവർക്കും ഇതുവരെ അങ്ങനെ ഒരു സംഗതി ഇതുവരെ സയന്റിഫിക് ആയിട്ട് കണ്ടെത്താനായിട്ടില്ല. അതായത് ശാസ്ത്രത്തിന്റെ വേൾഡ് എന്ന് പറയുന്നത് ആത്മാവ് എന്നൊന്നും ഇല്ലെന്നാണ്. അതും ഈ പ്രേതം, ഭൂതം ഒക്കെ പോലെ തന്നെ വേറെ ഒരു കഥകളാണ്, അതും റിയാലിറ്റി അല്ല എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ കൾച്ചറിലും നമ്മുടെ സൊസൈറ്റിയിലും ഈ ചിന്ത ഭയങ്കര ആഴത്തിൽ വേരൂന്നിട്ടുമുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു 80%, നമ്മുടെ ചുറ്റുമുള്ള ഒരു 80% ആൾക്കാരും ആത്മാവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവര് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ ഒരു 2 മിനിറ്റ് ആലോചിക്കും, ആത്മാവുണ്ടോ ഇങ്ങനെയൊക്കെ. കാരണം അത്രമാത്രം കഥകളിലൂടെയും സിനിമകളിലൂടെയൊക്കെ ഈ ചിന്ത ഭയങ്കര ആഴത്തി നമ്മുടെ സൊസൈറ്റിയിൽ പടർന്നിട്ടുണ്ട്. നമ്മുടെ ചില സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കോർ കഥകളിലൊക്കെ ഉണ്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നക്ഷത്രങ്ങളായിട്ട് മേളിൽ നിൽക്കും, ഇങ്ങനെയുള്ള പല കോൺസെപ്റ്റുകളൊക്കെ. നക്ഷത്രം എന്നുള്ളത് വേറെ, അവിടെ ഒരു ഹൈഡ്രജനും ഹീലിയോ ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് കത്തുന്ന ഒരു സ്റ്റാറാണ്. നമ്മുടെ കഥകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ ഉണ്ട്. ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കി തരാം. അതായത് മോഡേൺ സയൻസും ബയോളജിയൊക്കെ പറയുന്നത് ഈ ആത്മാവ്, നമ്മുടെ ഈ കോൺസെപ്റ്റിൽ ആത്മാവ് എന്നുള്ളത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഞാൻ എന്ന ബോധം, അല്ലെങ്കിൽ എൻ്റെ ഐഡന്റിറ്റിയുടെ ഒരു രൂപമായിട്ടുള്ള ഇതാണ് ആത്മാവ് എന്നുള്ളതാണുള്ള ഒരു സങ്കല്പം. പക്ഷേ മോഡേൺ സയൻസും ബയോളജിയൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ഇതൊക്കെ തീരുമാനിക്കുന്നതും, അതായത് നമ്മുടെ ഈ ശരീരത്തിനെ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് തന്നെ കുറേ ഹോർമോണുകളും സിനാപ്സുകളൊക്കെയാണ്. അപ്പം നമുക്കറിയാം, പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതൊക്കെ ഇപ്പം നോക്കുന്നു. നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ, അയാളുടെ ഹോർമോണുകളിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കാരണമാണ് അയാൾക്ക് ഡിപ്രഷൻ വരുന്നത്, പല മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലേ. ഇപ്പം നോർമലായിട്ട് പെരുമാറുന്ന ഒരാൾ, അയാൾക്ക് സ്കീസോഫ്രീനിയ, ചിത്തഭ്രമം അഥവാ ഭ്രാന്ത് വരുമ്പോൾ അയാൾ വേറൊരു ആളെ പോലെ പെരുമാറുന്നതും, പേഴ്സണാലിറ്റി ഡിസോർഡറുകളും, അപ്പോൾ ഈ ഭ്രാന്ത് വരുന്നത്, ഇതൊക്കെ ഹോർമോണുകളുടെ ഇംബാലൻസുകളുടെ കളിയാണ്. അപ്പോൾ ഈ ഞാനെന്നുള്ള ബോധം തന്നെ നമുക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് നോർമലായിട്ട് സമയത്തിന് ഭക്ഷണം ഇതൊക്കെ കഴിച്ച് നമ്മുടെ എനർജി ഇതൊക്കെ ഫുൾ പൊട്ടൻഷ്യലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹോർമോണുകളൊക്കെ ഒന്ന് സെറ്റായി സോക്കോൾഡ് ഒരു നോർമൽ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഞാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഹോർമോണുകളുടെയൊക്കെ ഒരു ഇംബാലൻസ് വന്നാൽ തെറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഹോർമോണുകളുടെ കളിയാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിരുന്ന് നിയന്ത്രിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഈ ആത്മാവ് എന്നുള്ളത് തന്നെ ഒരു ഫെയറി ടെയിലാണ്, വെറും കഥയാണ്. പ്രേതം, ഭൂതം, ദൈവം ഒക്കെ പോലെ തന്നെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ്, ഇതും റിയാലിറ്റി അല്ല. ഇനി നിങ്ങൾക്ക് സമാധാനമാവാൻ ഞാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ ആത്മാവില്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്? ഇപ്പോൾ സയൻസ് നമ്മളോട് പറയുന്നത് ശരിക്കും അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ജീവന്റെ തുടർച്ച എവല്യൂഷൻ വഴിയാണ് സംഭവിക്കുന്നത്. അതെ, എവല്യൂഷൻ വഴി ജീവന്റെ തുടർച്ചയാണ് സംഭവിക്കുന്നത്. നമ്മൾ മരിച്ചിട്ട് എവിടെയും പോകണമില്ല, നമ്മൾ വന്നുമില്ല. ജീവന്റെ തുടർച്ചയാണ് തലമുറകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ആത്മാവിനൊന്നും ഒരു പങ്കുമില്ല. അതായത് നമ്മളെപ്പോഴാണ് ജനിക്കുന്നത്? നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന്, ഇപ്പം ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഞാൻ ജനിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊരു സമയവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി തരും. പക്ഷെ അതിനു മുമ്പേ നമ്മൾ അമ്മയുടെ വയറ്റിൽ കുറേ നാൾ ഭ്രൂണാവസ്ഥയിൽ അമ്മയുടെ വയറ്റിലുണ്ടായി അല്ലേ. അതിനു മുമ്പേ നമ്മുടെ അച്ഛൻ്റെ അമ്മയിലൂടെ ആയിരുന്നു നമ്മുടെ ജീവൻ തുടർന്നിരുന്നത്. അപ്പോൾ ഇത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ, അപ്പൂപ്പൻ, ഇങ്ങനെ നമ്മുടെ തലമുറകൾ ഇങ്ങനെ പുറകോട്ട് പോകും. ഇനി മുമ്പോട്ട് നോക്കിയാലും ഞാനും മറ്റൊരാളും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ ജീവന്റെ തുടർച്ചയാണ് സംഭവിക്കുന്നത്. അതെ, എൻ്റെ ജീവന്റെ തുടർച്ച, ഇങ്ങനെയാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യർ നമ്മുടെ ജീവന്റെ തുടർച്ച സംഭവിക്കുന്നത് ഇങ്ങനെ എവല്യൂഷൻ വഴി, റീപ്രൊഡക്ഷൻ വഴിയാണ്. ജീവന്റെ തുടർച്ചയാണ് സംഭവിക്കുന്നത്. ഇവിടെ ആത്മാവിനൊന്നും ഒരു പങ്കുമില്ല. ഇങ്ങനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ ആകാശത്തേക്ക് ഇനി ആത്മാവായിട്ട് പുറത്തേക്ക് പോകുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവന്റെ തുടർച്ച ഈ തലമുറകളിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളങ്ങ് മരിച്ചു പോകും. ഇപ്പോൾ ഈ പുനർജന്മം എന്നുള്ള കോൺസെപ്റ്റും ഈ ആത്മാവ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ തന്നെ ഇതൊക്കെ മനുഷ്യരുടെ ഓരോ കൊതികളാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ജന്മം എനിക്ക് കഴിഞ്ഞാലും മറ്റൊരു ജന്മം ഉണ്ടാവണേ എന്നുള്ള മനുഷ്യന്റെ ഒരു വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ജീവിക്കാനുള്ള കൊതിയാണ് ഈ പുനർജന്മവും ആത്മാവും ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സയൻസ് പുരോഗമിക്കും തോറും നമ്മുടെ ശാസ്ത്രലോകത്തിനൊക്കെ മനസ്സിലായി. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ ഈ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയൊക്കെ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനാണ് പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റാഷണലായിട്ട് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം, സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം ജീവിതത്തിനെ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ ജീവിതത്തിന് അങ്ങനെ തന്നെ സ്വീകരിക്കാനാണ്, അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാനല്ല. ഈ മതങ്ങളും ഇങ്ങനത്തെ ആത്മാവ്, പുനർജന്മം, ദൈവം ഇങ്ങനത്തെ കോൺസെപ്റ്റൊക്കെ മനുഷ്യന് വളരെ ആശ്വാസമാണ്. പക്ഷേ അതൊന്നും റിയാലിറ്റി അല്ല. അതൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാനാണ് പഠിപ്പിക്കുന്നതൊക്കെ. പക്ഷെ സയൻസ് നമ്മളോട് പറയുന്നത് ഇതാണ് റിയാലിറ്റി, ഇതിനെ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിന് റിയാലിറ്റിയോടെ തന്നെ സ്വീകരിക്കാൻ മെൻ്റലി സ്ട്രോങ് ആവുകയാണ്. ഇനി എന്താണ് അത് കൂടുതൽ അറിയണം, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്, ഇനിയും വളരണം, ഇനിയും നമ്മുടെ സൊസൈറ്റി മെച്ചപ്പെടണം. അതാണ് റാഷണലായിട്ട് ചിന്തിക്കേണ്ടതിൻ്റെ, സയൻറ്റിഫിക് ടെമ്പറൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. താങ്ക്സ് ഫോർ വാച്ചിങ്.